ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശം നടത്തിയ കേസിൽ മുൻ എംഎൽഎ പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങി. ബിജെപി നേതാക്കൾക്കൊപ്പമാണ് പി.സി. ജോർജ് കോടതിയിലെത്തിയത്. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലെ ജോർജിന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് തിങ്കളാഴ്ച ഹാജരാകാമെന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അടക്കമുള്ളവർ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിലും സ്വമേധയാ പോലും കേസെടുത്തിട്ടില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണെന്നും ബിജെപി നേതാവ് എൻ. ഹരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹം നേരിട്ട് കണ്ടല്ല പറയുന്നത്. തന്റെ മുമ്പിൽ വരുന്ന പേപ്പറുകളും തന്റെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ പേപ്പറുകളും തെളിവുകളും ഉണ്ടാക്കുന്ന ആരാ? കേരളത്തിലെ പോലീസ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ കേരളത്തിൽ ഇതിനുവരെ പബ്ലിക് ഡൊമൈനിലുള്ള നിരവധിയായിട്ടുള്ള ഇതിന്റെയൊക്കെ കേട്ടാൽ മനുഷ്യനെ അറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയ, ഞാൻ എടുത്തു പറയാം, ഈ ഏറ്റവും ഒടുവിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ട്. ഒരു 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 സ്വമേധയാ പോലും കേസെടുക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. ഷംസി നടത്തിയിട്ടുള്ള പ്രസ്താവന, അതുപോലെ തന്നെ എം.എം. മണിയുടെ പ്രസ്താവനകൾ, മതപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ നടത്തിയിട്ടുള്ള ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. എന്താ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ഇതേ തരത്തിലാണെങ്കിൽ കൊണ്ടുപോകേണ്ടതല്ലേ? കൊണ്ടുപോകുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പി.സി. ജോർജിനെ വേണ്ടി പി.സി. ജോർജ് പറഞ്ഞതിനെ വളച്ചൊടിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ആ തരത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട എന്ന് കരുതിയിട്ടുള്ളതിനാണ് ഞങ്ങൾ കോടതിയെ വന്നത്.